മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. കർണാടക KSRTC ബസ്സിൽ മംഗളൂരിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥിനിയോട് കണ്ടക്ടർ മോശമായി പെരുമാറി എന്നൊരു പരാതി ലഭിച്ചിരിക്കുന്നു. ചോദ്യം ചെയ്തപ്പോൾ പരിഹസിക്കുകയും നടറോട്ടിൽ ഇറക്കി വിടുകയും ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. പെൺകുട്ടി മഞ്ചേശ്വരം പോലീസിലാണ് ഇത്തരത്തിൽ പരാതി നൽകിയിരിക്കുന്നത്. KSRTC ബസ്സിലെ കണ്ടക്ടറാണ് ഇത്തരത്തിൽ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയത്. മംഗളൂരിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥിനിയോടായിരുന്നു ഇത്തരത്തിൽ കണ്ടക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു മോശ പെരുമാറ്റം എന്നാണ് പരാതിയിൽ പറയുന്നത്. പെൺകുട്ടി നിലവിൽ മഞ്ചേശ്വരം പോലീസിലടക്കം പരാതി നൽകിയിട്ടുണ്ട്. ആ വിദ്യാർത്ഥിനിയുടെ പ്രതികരണം ലഭിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മംഗളൂർത്ത് കോളേജിൽ BCA ഫൈനൽ ഇയർ സ്റ്റുഡൻറ്റ്. സോ ഡെയിലി ഞങ്ങൾ കർണാടക സ്റ്റേറ്റിൽ പോകുന്നത് ചില പാസ് ഉണ്ടാകുന്നു. സോ ഡെയിലി പോകുമ്പോൾ ഒരുത്തുണ്ട് കണ്ടക്ടർ KSRTC മാംഗ്ലൂർ KSRTCൻ്റെ ഒരുത്ത കണ്ടക്ടർ ഉണ്ട്. ഓൻ ഡെയിലി മിസ്ബിഹേവ് ആക്കുന്നു. ലൈക്ക് ഓൻ ഉണ്ടായപ്പോഴും മിസ്ബിഹേവ് ആയിക്കൊണ്ടുണ്ടായി. സോ ഒരു ആർഗ്യൂ ആയിട്ടുണ്ടായി എനിക്ക് ഓന്. സോ ഇന്ന് അങ്ങനെ മിസ്യൂസ് ആക്കുമ്പോൾ ഞാൻ ഓൻ്റെ ആർഗ്യൂ ആക്കിയതിന് ലൈക്ക് ഈ ബസ് സ്റ്റോപ്പ് ആക്കിയിട്ട് നടു റോഡിൽ ബസ് സ്റ്റോപ്പ് ആക്കിയിട്ട് ഇಡೀ ബസ്സിൽ ഇൻസൾട്ട് ആക്കിന്. ലൈക്ക് എന്തെല്ലാം ചീത്ത വിളിച്ചിന് അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം ലൈക്ക് ഞാൻ പാസഞ്ചർക്കെല്ലാം ഉപദ്രവിക്കുന്ന തെറ്റുണ്ടായതുകൊണ്ട് ഇത്. പക്ഷെ എന്നെ അങ്ങനെയെല്ലാം മിസ്ബിഹേവ് എല്ലാം ആക്കിയിട്ട് എൻ്റെ മീ തന്നെ റിട്ടേൺ ഇതാക്കിയിട്ട് ലാസ്റ്റിക്ക് നടു റോഡിൽ നിപ്പിച്ചിന്. ഈവൻ ഡ്രൈവർ പോലും ഓനെ സപ്പോർട്ട് ആയിക്കൊണ്ടുണ്ടായി. രണ്ടാൾ കൂടിയിട്ട് എന്നെ ബസ്സിൽ നിന്ന് ഇറക്കിയിട്ട് അയക്കിന്. ഇത് ഫസ്റ്റ് ടൈമല്ല, കുറേ പ്രാവശ്യമായി ഇങ്ങനെ ആക്കുന്നത്. കർണാടകയിലായിരുന്നു ഇത്തരത്തിൽ KSRTC ബസ്സിൽ മംഗളൂരിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥിനിയോട് കണ്ടക്ടറുടെ ഒരു മോശം പെരുമാറ്റം. ആ വിദ്യാർത്ഥികളുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് തരത്തിലുള്ള ഒരു മോശമായ ഒരു പെരുമാറ്റമാണ് അയാളിൽ നിന്നുണ്ടായത് എന്നടക്കമുള്ള കാര്യങ്ങൾ ആ പെൺകുട്ടിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. കണ്ടക്ടർ മോശമായി പെരുമാറി എന്നാണ് കുട്ടിയുടെ പരാതി വന്നിരിക്കുന്നത്. ചോദ്യം ചെയ്തപ്പോൾ പരിഹസിക്കുകയും നടറോട്ടിൽ ഇറക്കി വിടുകയും ചെയ്തു എന്നാണ് വിദ്യാർത്ഥിനി പറയുന്നത്. പെൺകുട്ടി ഇപ്പോൾ മഞ്ചേശ്വരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മംഗളൂരിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥിനിയോടാണ് ഇത്തരത്തിൽ കണ്ടക്ടർ മോശമായി പെരുമാറിയത്. ഈ ഒരു വിഷയത്തിൽ ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, ഒരു വിദ്യാർത്ഥിനിക്ക് നേരെയാണ്, അതും KSRTC ബസ്സിലെ കണ്ടക്ടർ ഇത്തരത്തിലൊരു മോശമായ ഒരു പെരുമാറ്റം നടത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ജോസഫ്. KSRTC ബസ്സിലെ കണ്ടക്ടറാണ് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥിയോട് മോശമായി പെരുമാറിയിരിക്കുന്നത്. ഇപ്പോൾ പെൺകുട്ടിയെ പരാതിയടക്കം നൽകിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? അതുല്യ, ഇത്തരത്തിൽ മംഗലാപുരത്ത് പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് നേരെയാണ് മോശം അനുഭവം ഉണ്ടായത്. കർണാടക RTCയുടെ കണ്ടക്ടർ ഇത്തരത്തിൽ മോശമായി പെരുമാറി എന്നാണ് ഈ പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. മഞ്ചേശ്വരം പോലീസിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരിക്കുന്നത്. ഈ മോശമായി പെരുമാറുന്ന ഘട്ടത്തിൽ ഈ പെൺകുട്ടി ഇത്തരത്തിൽ ബഹളമുണ്ടാക്കിയിരുന്നു. ഇത്തരത്തിൽ തന്നോട് അതിക്രമം കാണിച്ചതിനെതിരെയാണ് ഈ പെൺകുട്ടി ബസ്സിൽ നിന്ന് തന്നെ ബഹളമുണ്ടാക്കിയത്. പിന്നീട് ഈ പെൺകുട്ടിയെ ഈ കണ്ടക്ടർ ഇറക്കി വിട്ടു എന്നുള്ള ഗുരുതര ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം. ഈ പെൺകുട്ടി ഈ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ശല്യക്കാരനായിട്ടുള്ള ഒരാൾക്കെതിരെയാണ് താൻ പ്രതികരിച്ചതെന്നാണ് ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പരാതി പരിശോധിച്ച് വരികയാണ്. അല്പസമയത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇയാൾ ഒരു സ്ഥിരം ശല്യക്കാരനെന്നാണ് ഈ പെൺകുട്ടിയുടെ വാക്കിൽ നിന്നും വ്യക്തമാകുന്നത്. അതില്ല. ശരി, കർണാടക KSRTC ബസ്സിലാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥിനിക്ക് നേരെ കണ്ടക്ടറുടെ ഭാഗത്തുനിന്ന് ഒരു മോശം പെരുമാറ്റം ഉണ്ടായതായി പരാതി ലഭിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്തപ്പോൾ പരിഹസിക്കുകയും നടു റോട്ടിൽ ഇറക്കി വിടുകയും ചെയ്തുവെന്നാണ് പെൺകുട്ടിയുടെ ആരോപണം ഉണ്ടായിരിക്കുന്നത്. നിലവിൽ പെൺകുട്ടി മഞ്ചേശ്വരം പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.